ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായി പൗലോസ് ജയിലിൽ പോയ സംഭവമാണ് കഴിഞ്ഞ ആഴ്ച നാം കേട്ടത്. ഇന്ന് നമുക്ക് അതേ തുടർന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലൂസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരു ഭൂതഗ്രസ്തയായ സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുക എന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. മാത്രമല്ല, ഇവർ ശരീരത്തിൽ തൊടുകയോ വേറെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ ചെയ്തില്ല. അപ്പോസ്തലനായ പൗലോസ് വെളിച്ചപ്പാടത്തിയായ ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ആ ഭൂതത്തെ ശാസിക്കുക മാത്രമേ ചെയ്തുള്ളൂ. മനുഷ്യരോട് പോലും പൗലോസ് ഒന്നും പറഞ്ഞില്ല. ആ ഭൂതത്തോടാണ് സംസാരിച്ചത്. ഭൂതം പോയതുകൊണ്ട് ഈ സ്ത്രീക്ക് ഇനി പ്രവചിക്കുവാനുള്ള കഴിവില്ല. അതുകൊണ്ട് അടിമയായിരുന്ന ഈ സ്ത്രീയുടെ യജമാനന്മാർക്ക് പണനഷ്ടമുണ്ടായി. ധനനഷ്ടം കൊണ്ടാണ് വിചാരണ പോലുമില്ലാതെ പൗലോസിനെയും ശീലാസിനെയും അവർ ജയിലിലിട്ടത്. അവർക്കെതിരെയുള്ള ചാർജ് നമ്മൾ നോക്കിയാൽ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇവർ യഹൂദന്മാരാണ്. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർക്ക് ധനനഷ്ടമുണ്ടാക്കിയ ആളുകൾക്കെതിരെ തെറ്റെന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് അവരുടെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോൾ അവർ ചെയ്തത് വർഗീയത കൊണ്ടുവന്നു. വർഗീയത എന്ന് പറഞ്ഞാൽ നമ്മൾ റോമക്കാർ, ഇവർ യഹൂദന്മാർ. അതാണ് അവർ ചെയ്തത്. മാത്രമല്ല, അവരെക്കുറിച്ചൊരു വലിയ ചാർജ് അവർ പറയുന്നത് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ എന്നാണ്. ഇത് അവിശ്വാസികളായ സുവിശേഷ സന്ദേശത്തെ എതിർക്കുന്ന ആളുകൾ പറഞ്ഞൊരു കാര്യമാണ്. സുവിശേഷം വിശ്വസിക്കാത്തവർക്ക് പോലും മനസ്സിലായ ഒരു കാര്യം, സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകൾ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നു. ഈ ലോകമാണ് തലകുത്തി നിൽക്കുന്നത്, അതിനെ നേരെയാക്കണം എന്ന് പറഞ്ഞാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. എന്നാൽ ലോകത്തിലുള്ളവർ പറയുന്നത് സുവിശേഷ സന്ദേശം ഈ ലോകത്തിൻ്റെ പോക്കിന് നേരെ എതിരാണ്. ഇത് വിശ്വാസികളായ ആളുകൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അവർ പറയുന്നത് നമ്മൾ ഈ ലോകത്തിൻ്റെ നിയമം അനുസരിച്ച് ലോകപ്രകാരം ജീവിക്കണം, അതിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ്. എന്നാൽ സുവിശേഷ സന്ദേശം മനസ്സിലാക്കിയ ഈ ലോകത്തിലുള്ള ആളുകൾ പറയുന്നത് ഇല്ല, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയും സുവിശേഷം വിശ്വസിക്കുന്ന ആളുകളുടെ വ്യവസ്ഥയും വ്യത്യസ്തമാണ്, അത് നേരെ വിപരീതമാണ്. അവർ അത് പറഞ്ഞു. എന്നിട്ട് ഇവരെ വെറുതെ ജയിലിലാക്കുകയല്ല, അവർക്കെതിരെ ഉന്നയിച്ച ആരോപണം റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു. ഇവർ ഒരു ആചാരവും പ്രസംഗിച്ചില്ല. ഇവർ യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ടെന്നും മാത്രമേ പ്രസംഗിച്ചുള്ളൂ. ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന ആളുകളുടെ ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരാചാരങ്ങൾ ഉണ്ടെങ്കിൽ അവർ അത് വേണ്ടെന്ന് വയ്ക്കും. അത് പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമില്ല.
അതും ഇവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന ആചാരങ്ങളൊന്നും ശരിയാണെന്ന് ഇവർ പറയുന്ന സന്ദേശം കേട്ടാൽ നമുക്ക് തോന്നില്ല, അത് ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവരെ അപകടകാരികളായി കണ്ട് ജയിലിലടയ്ക്കുന്നു. ഇത്രയും കേട്ടപ്പോൾ ജനവും അവർക്കെതിരെ തിരിഞ്ഞു. മുമ്പേ ഗമിച്ചിടുന്ന ഗോവു തൻ്റെ പിൻപേ ഗമിക്കും ബഹു ഗോക്കളെല്ലാം എന്നാണല്ലോ. എന്ന് വെച്ചാൽ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവരും അത് ചെയ്യാൻ ശ്രമിക്കുന്നു. അതെന്തുകൊണ്ട് ചെയ്യുന്നു എന്നവർ ചിന്തിക്കാറില്ല. അങ്ങനെ പുരുഷാരവും അവരുടെ നേരെ ഇളകി ഇവരുടെ വസ്ത്രമുരിഞ്ഞു അവരെ കോൽ കൊണ്ട് അടിപ്പാൻ കൽപ്പിച്ചു. കോൽ കൊണ്ട് അടിക്കുക എന്നത് വളരെയധികം വേദന എടുക്കുന്നതാണ് എന്ന് മാത്രമല്ല, അത് മുറിവേൽപ്പിക്കുന്നതുമാണ്. കാരണം ഇവരെ അടുപ്പിച്ച് കഴിഞ്ഞ് തടവിലാക്കിയപ്പോൾ അവരുടെ ശരീരം മുഴുവൻ മുറിവുകളായിരുന്നു. അന്ന് രാത്രിയിൽ അവരുടെ മുറിവ് വെച്ച് കെട്ടി എന്ന് നാം പിന്നീട് വായിക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തിൽ മുറിവേറ്റ ഇവരെ ജയിലിൽ കൊണ്ടുപോയി. കാരാഗ്രഹ പ്രമാണിയോട് വളരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ഏറ്റവും സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത്, ഈ ജയിലിൻ്റെ ഏറ്റവും അകത്തുള്ള മുറിയിലാണ് അവരെ ഇട്ടത്. ഇങ്ങനത്തെ ഒരു കൽപ്പന അവന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെന്തോ വലിയ കുറ്റവാളികളാണ് എന്ന നിലയിലാണ് അവരെ മാക്സിമം സെക്യൂരിറ്റി പ്രസനിൽ ഇടുകയും അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടുകയും ചെയ്തത്. എന്ന് വെച്ചാൽ അവർക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യമില്ലെന്ന് മാത്രമല്ല, അവരെ ഇട്ടിരിക്കുന്ന ജയിലിൽ അവർക്ക് സ്വതന്ത്രമായി ഒന്ന് അനങ്ങാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പോൾ അവർക്ക് വസ്ത്രമില്ല, തണുപ്പ് ഉണ്ടായിരിക്കാം, അടി കൊണ്ടതിൻ്റെ വേദനയുണ്ട്, ആ മുറിവുകൾ വെച്ച് കിട്ടിയിട്ടില്ല. അവരെ ഇരുട്ടുള്ള തടവറയിലാക്കിയിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ കാലാമത്തിലിട്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം തോന്നി ഒന്ന് മാറിയിരിക്കാം, ഒന്ന് നേരെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അതും അവർക്ക് സാധിക്കില്ല. അവരുടെ ശരീരത്തിൽ അസ്വസ്ഥതകൾ മാത്രമുള്ള സമയം. ഈ സമയത്ത് ഒരു പക്ഷേ അവർ ചിന്തിച്ച് കാണും, നമ്മൾ ആസിയയിലേക്ക്, അതായത് ഏഷ്യ മൈനറിലേക്ക് പോകാൻ പുറപ്പെട്ടതാണ്, പക്ഷേ ദൈവാത്മാവ് നമ്മെ തടഞ്ഞതാണ്. അവിടെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ജാതികളുടെ കയ്യിൽ നിന്നുള്ള ഈ മർദ്ദനം ഏൽക്കേണ്ടി വരികയില്ലായിരുന്നു, ജയിലിൽ കിടക്കേണ്ടി വരികയില്ലായിരുന്നു എന്നൊരു പക്ഷേ അവർക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതുണ്ടായില്ല എന്നാണ് 25-ാം വാക്യത്തിൽ നാം കാണുന്നത്. അവിടെ പറയുന്നത്, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. അവർക്ക് ഒരു പക്ഷേ ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം ശരീരത്തിന് യാതൊരു സുഖവുമില്ല, വിശ്രമിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിലും ഉറങ്ങാൻ സാധിക്കില്ല. ആദ്യമായാണ് ഇതുപോലൊരു സ്ഥലത്ത് അവർ സമയം ചെലവഴിക്കുന്നത്. അവർ പ്രാർത്ഥിച്ചു. രഹസ്യമായി മനസ്സിൽ പ്രാർത്ഥിക്കുകയല്ല, കാരണം തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നുണ്ടല്ലോ. അവർ പ്രാർത്ഥിച്ചു, അതിനുശേഷം ദൈവത്തെ പാടി സ്തുതിച്ചു. അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചത് തടവിലുണ്ടായിരുന്ന മറ്റ് കുറ്റവാളികൾ കേട്ടു. അവർ കേട്ടു എന്നല്ല, അവർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അതിനൊരു കാരണമുണ്ട്. ജയിലിൽ കിടക്കുന്ന, വേദന അനുഭവിക്കുന്ന, കാലാമത്തിലിട്ട സ്ഥിതിയിലിരിക്കുന്ന ആരും സന്തോഷത്തിൻ്റെ പാട്ട് പാടാറില്ല. അവർക്ക് പാട്ടുപാടാനേ സാധിക്കില്ല. ഒരുപക്ഷെ അവരെ ഉപദ്രവിച്ചവരെ അവർ ശപിക്കുകയും പ്രാകുകയും ഒക്കെ ആയിരിക്കും ചെയ്യുക. എന്നാൽ ഇവിടെ പ്രാർത്ഥനയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുമാണ് അവർ കേൾക്കുന്നത്. എങ്ങനെ ഇവർക്കിത് ചെയ്യാൻ സാധിച്ചു? നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സാഹചര്യത്തിൽ ദൈവത്തെ സ്തുതിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ പൗലോസ് പിന്നീട് തൻ്റെ ലേഖനങ്ങളിൽ എഴുതിയ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതി, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പൗലോസ് എഴുതിയതാണിത്. എന്താണ് എഴുതിയത്? സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ ജയിൽ ശിക്ഷയും ഈ വേദനയും ഈ തടവുമൊക്കെ നന്മയ്ക്കായി മാറ്റാൻ ദൈവത്തിന് സാധിക്കും എന്ന് പിന്നീട് പൗലോസ് എഴുതി. ഒരുപക്ഷെ അത് ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നിരിക്കാം. രണ്ടാമത്തെ കാര്യം, അത് പൗലോസ് ഈ സംഭവം നടന്ന തെസ്സലോനിക്കയിലുള്ള സഭയ്ക്ക് ഏതാണ്ട് 6 മാസങ്ങൾക്ക് ശേഷം എഴുതിയ ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവിടെ താൻ പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ഏത് സാഹചര്യത്തിലും എപ്പോഴും
പ്രാർത്ഥിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുവിൻ. ഇതാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം എന്നാണ് പൗലോസ് എഴുതിയത്. ആ കാര്യവും ഒരുപക്ഷെ പൗലോസ് ഈ തടവിൽ വെച്ചായിരിക്കും പഠിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം വേദനയുടെയും ബുദ്ധിമുട്ടിൻ്റെയും അസൗകര്യങ്ങളുടെയും സമയം അനുവദിക്കും. എന്നാൽ അത് നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. മാത്രമല്ല, അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് ദൈവം തൻ്റെ വിശ്വാസികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതാണ് ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.